ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 31-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ പോയ ശേഷം യേശു പറഞ്ഞത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ജീവൻ്റെ ഉറവിടമാണ്. അവനാണ് മനുഷ്യൻ്റെ വെളിച്ചം. അതായത് അവൻ മനുഷ്യൻ്റെ രക്ഷയ്ക്കുള്ള യഥാർത്ഥ വഴികാട്ടിയും മാർഗവുമാണ്. ഈ വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു. പാപം മനുഷ്യരാശിയെ ഭ്രഷ്ടരാക്കിയിരിക്കുന്നു. അത് അന്ധകാരത്തിൽ സംഭവിച്ചു. അവൻ ദൈവത്തെ മനസ്സിലാക്കുന്നില്ല, ദൈവഹിതവും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഇരുട്ടിൽ വെളിച്ചമായി പ്രകാശിച്ചത്. അവൻ നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി നമുക്ക് പകരമായി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. എന്നാൽ മനുഷ്യഹൃദയത്തിൻ്റെ പാപവും തിന്മയും വളരെ ഭയാനകമാണ്. അത് ഈ വെളിച്ചം സ്വീകരിച്ചില്ല. ഈ വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ പോയ ശേഷം, അതായത് യൂദാസ് ഇസ്കറിയാത്ത് തൻ്റെ പാപവും ഹൃദയത്തിൻ്റെ ദുഷ്ടതയും നിമിത്തം കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി. ഇന്നും കർത്താവായ യേശുക്രിസ്തുവിലുള്ള രക്ഷയുടെ സുവിശേഷം കേൾക്കുമ്പോൾ പലരും അവരുടെ പാപവും തിന്മയും നിമിത്തം ഈ വെളിച്ചത്തെ നിഷേധിക്കുന്നു. അവർ രക്ഷയും രക്ഷാമാർഗവും നിഷേധിക്കുകയും അവരുടെ പാപനിമിത്തം നിത്യനാശത്തിലേക്ക് നിബന്ധിക്കുകയും ചെയ്യുന്നു. ഈ വെളിച്ചം ഇന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയണേ എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.